പാലക്കാട് NDA സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഒരു ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞങ്ങൾ ടാർഗറ്റ് ഞങ്ങൾ വലിയൊരു ടാർഗറ്റാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് രണ്ട് മുന്നണികളുടെ വോട്ടുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കാണ് NDAക്കാണ് കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ 20,000-ഓളം വോട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം CPMനെ സംബന്ധിച്ചോളം 50,000-ഓളം വോട്ടുകൾ അവർക്ക് കഴിഞ്ഞ തവണത്തെക്കാളും കുറവ് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് 34,000 വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ടാർഗറ്റ് അതിലും വലിയ ടാർഗറ്റ്. ഞങ്ങൾക്ക് ഇത്തവണ ഒരു 3 ലക്ഷത്തിനടുത്ത് വോട്ട് ലഭിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ ഈ വോട്ടിൽ ഏതെങ്കിലും രീതിയിൽ അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നൊരു കാര്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പുതിയ വോട്ടർമാരുണ്ട്, അതേപോലെ BJPക്ക് വലിയൊരു വളർച്ച നഗരത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അടിയൊഴുക്കുണ്ടാവുകയും അത് VK ശ്രീകണ്ഠനിലേക്ക് ആ വോട്ട് പോയി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശരിയാണ്? BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലോ BJPയുടെ വോട്ടോ പോയിട്ടില്ല, മറിച്ച് അതായത് ഇടതുപക്ഷത്തിനെതിരായിട്ടൊരു വികാരം ഉണ്ടായിരുന്നു, ഭരണത്തിനെതിരായിട്ടൊരു വലിയ വികാരം ഉണ്ടായിരുന്നു. അത് ഗുണമായിട്ട് പോയത് UDFനാണ്. അത് പൂർണ്ണമായിട്ടും UDFന് അനുകൂലമായിട്ട് ആ വോട്ടുകൾ മാറി. നഗരത്തിൽ ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 50 ബൂത്തുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. 104 ബൂത്തുകളിൽ 50 ബൂത്തുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തും UDFന് 52 ബൂത്തും 2 ബൂത്തിലാണ് LDFന് ഉണ്ടായത്. കാരണം LDFിന്റെ സ്വാധീന മേഖലകളിൽ പോലും UDFന് മുന്നേറാൻ സാധിച്ചു. അതാണ് പാലക്കാട് UDF ഇത്രയേറെ മുനിസിപ്പൽ ലിമിറ്റിൽ മുന്നോട്ട് വരാനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ തവണയിൽ നിന്ന് 5 വർഷം കഴിഞ്ഞു. പക്ഷേ ആ രീതിയിലുള്ളൊരു വോട്ട് ഷെയർ BJPക്ക് ഉണ്ടായോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 3% വോട്ട് വർദ്ധിച്ചു. UDFന് 1.5% താഴെയാണ്. LDFന് 5% വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം 3-3.5% വോട്ട് കഴിഞ്ഞ നിയമസഭയ്ക്ക് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വർദ്ധിക്കുക എന്നുള്ളത്, കേരളത്തിൽ ഇത്രയേറെ UDF തരംഗമുള്ള സമയത്തും വർദ്ധിക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. 3% വരുമ്പോൾ ഏകദേശം 34,000-35,000 വോട്ടിന്റെ വർധനമാണ് ഉണ്ടാവുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് BJPയിലേക്കും അതുപോലെ UDFിലേക്കും CPM വോട്ടുകൾ ഒഴുകിയെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും, കാരണം CPMന് 50,000-ഓളം വോട്ടിന്റെ ചോർച്ചയുണ്ടായില്ല. അതിലും മഹാഭൂരിപക്ഷം വോട്ടും UDFനാണ് പോയിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇപ്പം മലമ്പുഴയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34,000-ഓളം വോട്ടുകളാണ് CPMനുള്ളത്, UDFനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFന് അത് 48,000 വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിൽ UDFന് 37,000 വോട്ടായിരുന്നു, അത് UDFന് 52,000ആയി. CPMന്റെ 71,000 വോട്ടുണ്ടായിരുന്ന ഷൊർണൂരിൽ CPM 57,000 വോട്ടിലേക്ക് വരിക. 15,000 വോട്ടിന്റെ കുറവ് അവിടെ വരുന്ന സമയത്ത് അത് നേരെ അനുകൂലമായി പോകുന്നത് UDFനാണ്. മലമ്പുഴയിൽ 34,000 വോട്ട് 48 ആവുന്ന സമയത്ത് CPMൽ വന്ന 20,000-ഓളം വോട്ടിന്റെ കുറവാണ് അങ്ങോട്ട് മാറിപ്പോകുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 36,000 വോട്ട് CPMനുണ്ടായിരുന്നു, അത് 34,000. ഓരോ നിയമസഭാ മണ്ഡലത്തിലും CPMന് കുറഞ്ഞ വോട്ടുകൾ UDFന് അനുകൂലമായിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട്. കാരണം ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ ജയിച്ചിരിക്കുന്നു. BJPക്ക് വലിയ സ്വാധീനം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. സി കൃഷ്ണകുമാർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി? പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത്. പാർട്ടിയുടെ സംസ്ഥാന കോർ ടീം ചർച്ച ചെയ്ത് അയക്കുന്ന ലിസ്റ്റിൽ നിന്നും ഏറ്റവും അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ സെൻട്രൽ പാർലമെന്ററി ബോർഡാണ് തീരുമാനിച്ച് പ്രഖ്യാപിക്കുക. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും അവരെ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു ദൗത്യമായിട്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുത്ത് ചെയ്യും. ഞങ്ങൾക്ക് ഇത്തവണ പാലക്കാട് ജയിക്കാൻ കഴിയുന്നുള്ള, നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്.